ഇപ്പം നമുക്കറിയാം വയനാട്ടിൽ ഇതുവരെ കേന്ദ്രം ഒരു രൂപ തന്നിട്ടില്ല. നമ്മൾ പല പ്രാവശ്യം പ്രതിപക്ഷവും ഗവൺമെൻറ്റും എല്ലാം ശക്തിയായി ആവശ്യപ്പെട്ടു. ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ MP-മാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ടു, പ്രധാനമന്ത്രി ഇവിടെ വന്നു, കേന്ദ്ര സംഘം വന്നു, പക്ഷെ പണം കൊടുത്തിട്ടില്ല. ഇങ്ങോട്ട് തരാനുള്ള ഒരു സ്പെഷ്യൽ ഫിനാൻസ് അസിസ്റ്റൻസ് ആണ്, പ്രത്യേക ഫിനാൻഷ്യൽ പാക്കേജാണ് കേരളത്തിന് വേണ്ടി അനുവദിക്കുന്നത്. അത് തരാതെ ഈ ഹെലികോപ്റ്റർ കൊണ്ടുവന്നതിനൊക്കെ കേന്ദ്ര ഗവൺമെൻറ് പണം ചോദിക്കുന്നത് ശരിയായ ഒരു രീതിയല്ല. ഞങ്ങളതിനെ ശക്തിയായിട്ട് എതിർക്കുകയാണ്. വീണ്ടും കേരളത്തെ പരിഹസിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. ആവശ്യമായ നമുക്ക് അർഹമായ പണം തരാതിരിക്കുകയും എന്നിട്ട് ഹെലികോപ്റ്റർ ഇറക്കിയതിൻ്റെ പണം ചോദിക്കുകയും ചെയ്യുന്നത് ശരിയായ ഒരു കീഴ്വഴക്കമല്ല. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല, ഇത് കേന്ദ്രത്തിൻ്റെ കൂടി ഉത്തരവാദിത്വമാണ്. ഇങ്ങനെ ദുരന്തമുണ്ടായ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം പണം കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞു കണക്ക് കൊടുത്തിട്ടില്ല. വിശദമായി കണക്ക് കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അവരത് എത്രയും പെട്ടെന്ന് അത് ഭംഗിയായി കൊടുക്കട്ടെ. പക്ഷേ കണക്ക് കൊടുക്കാതെ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും താൽക്കാലികമായി പണം അനുവദിച്ചു. ആ പണം പോലും കേരളത്തിൽ അനുവദിച്ചിട്ടില്ല. അപ്പോൾ ഇത് കേരളത്തെ പരിഹസിക്കുകയാണ്. ഇപ്പം ഈ 136 കോടി രൂപ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. അതിൽ ഞങ്ങൾ ശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്തുക. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല, എനിക്കതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. ഞാൻ പെട്ടെന്ന് കയറി കമൻറ്റ് പറയാം. ഞാൻ എൻ്റെ വിശദാംശങ്ങൾ ശ്രദ്ധിച്ചിട്ട് അടുത്ത ദിവസം അല്ല, മുനമ്പ് സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. സംസ്ഥാന സർക്കാരും സംസ്ഥാന സർക്കാർ അപ്പോയിൻ്റ് ചെയ്ത വഖഫ് ബോർഡും തീരുമാനിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം തീർക്കുക. പക്ഷേ സംഘപരിവാറിനൊരു അജണ്ടയുണ്ട് ഈ കാര്യത്തിൽ. കേരളത്തിലെ 2 സമുദായങ്ങളെ, മതങ്ങളെ തമ്മിൽ അടുപ്പിക്കുകയല്ല, അതിന് കൊടപിടിച്ചു കൊടുക്കുകയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ് പരമാവധി വൈകിപ്പിച്ചുകൊണ്ട് പോവുക. അത് ഒരു ശരിയായ രീതിയല്ല. സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ അവരുടെ ഒരു തന്ത്രം എന്താ? എല്ലായിടത്തും വർഗീയ വിഭജനം ഉണ്ടാക്കുക, ആളുകളെ ഭിന്നിപ്പിക്കുക. അത് തന്നെ കേരളത്തിലെ CPM തുടരാൻ പോയാലോ? അത് തന്നെയാണ് കേരളത്തിലെ CPM ഇക്കാര്യത്തിൽ തുടരുന്നത്. അല്ല, അതെല്ലാം നമുക്ക് UDFൻ്റെ ഒരു അഭിപ്രായമുണ്ട്. നേരത്തെ ഒരു വ്യത്യസ്തമായ ഒരു അഭിപ്രായം വന്നപ്പോൾ ലീഗ് നേതാക്കൾ തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞല്ലോ. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും സയ്യദ് ജിഫ്രി തങ്ങളും PK കുഞ്ഞാലൂർ സാഹിബും ഒരുമിച്ച് പത്രസമ്മേളനം നടത്തി പറഞ്ഞല്ലോ. ഞാനതിനും മറുപടി പറയേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ അകത്ത് മുസ്ലിം ലീഗും പാണക്കാട് തങ്ങളും കുഞ്ഞാലൂർ സാഹിബും ഒക്കെ വഹിക്കുന്ന പങ്കെന്ന് പറയുന്നത് നിസ്സാരമല്ല. അവർ അക്കാര്യത്തിൽ ഒരു ഉചിതമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ഇടപെടലാണ് അവർ നടത്തിയത്. തങ്ങളും കുഞ്ഞാലൂർ സാഹിബും കൂടി എറണാകുളത്ത് പോയി ബിഷപ്പുമാരെ നേരിട്ട് കണ്ടു, വിശദമായി സംസാരിച്ചു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അവിടെ നിന്ന് ഒഴിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ നടപടികളും ചെയ്യുകയാണ്. ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് സാദിഖ് അലി തങ്ങൾ ചെയ്തത്. അപ്പം നമ്മളെല്ലാവരും കൂടി ഒരു ഭിന്നിപ്പുണ്ടാകാതെ, ഞാൻ മാധ്യമങ്ങളോടും പറയാൻ, ഈ കാര്യത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാകാതെ നമുക്കൊരു രമ്യമായ പരിഹാരം ഉണ്ടാക്കി ആ പാവങ്ങൾക്ക് അവിടെ ഒരു പെർമനൻ്റ് ടൈറ്റിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കുക. അതിനെല്ലാവരും ചേർന്ന് ശ്രമിക്കുക. അതിൻ്റെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ നിങ്ങളും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, ഞാനും പ്രോത്സാഹിപ്പിക്കുക. അല്ല, തീർച്ചയായിട്ടും അത് നീട്ടി കൊണ്ടുപോവാണ്, വൈകിപ്പിച്ചു കൊണ്ടുപോവാണ് സർക്കാർ. മനഃപൂർവ്വം സർക്കാർ തീർക്കാൻ പറ്റും. ഞാനിതിൻ്റെ നിയമപരമായ മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ച സർക്കാരിന് 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റും. ഞാനിപ്പോഴും ആ ഉറച്ച നിലപാട് നിൽക്കുകയാണ്. 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റും. തീർക്കുന്നില്ല, അവിടെ കിടക്കട്ടെ എന്നാണ്. അതല്ല, അതൊക്കെ പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. കോടതി വിധികൾ തന്നെ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്, ഇപ്പം തന്നെയുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം പരിശോധിച്ച് 10 മിനിറ്റ് കൊണ്ട്, ഞാൻ പറയട്ടെ, കേരളത്തിലെ ക്രൈസ്തവ സംഘടനകൾ മുഴുവൻ അവർക്ക് അവിടെ പെർമനൻ്റ് ടൈറ്റിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. കേരളത്തിലെ മുസ്ലിം സംഘടനകൾ മുഴുവൻ അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കരുത്, അവർക്ക് സംരക്ഷണം കൊടുക്കണമെന്ന്. പിന്നെ ആർക്കാ പ്രശ്നം? പ്രശ്നം സർക്കാരിനാണ്. അത് മനസ്സിലായി. എനിക്കറിയില്ല, എനിക്ക് ഒന്നും അറിയില്ല. എനിക്കറിയാത്ത കാര്യം ഞാനെങ്ങനെ പറയണേ? എനിക്കറിയില്ല. എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഒന്നും അറിയാൻ പാടാത്ത കാര്യത്തെക്കുറിച്ച് ചോദിക്കണേ.
അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഞാൻ കേട്ടു ആ ഇൻ്റർവ്യൂ. നിങ്ങളൊരു കുറിപ്പ് ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു, അതായത് ലീഡിങ് ക്വസ്റ്റ്യൻ, യെസ് എന്ന് പറഞ്ഞാലും നോ എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ചോദ്യം ഉണ്ട് അതിനകത്ത്. 24 അല്ലേ? 24 ഒരു കുരുട്ട് ചോദ്യം ചോദിച്ചു. അത് അദ്ദേഹം അത് വളരെ മനോഹരമായിട്ടാണ്. നോ അദ്ദേഹം പറഞ്ഞിട്ടൊന്നുമില്ല. അദ്ദേഹം അങ്ങനെയൊന്നും അല്ല, അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അദ്ദേഹം അങ്ങനെ ഒന്നാമത്തെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിലെ പാർലമെൻറ്റ് അടക്കുകയാണ്. KPCC പ്രസിഡന്റ് അടക്കമുള്ള മുതിർന്ന ഒരുപാട് നേതാക്കൾ പാർലമെൻറ്റിലാണ്. അപ്പോൾ കുറേ കമ്മിറ്റികളൊന്നും നടന്നിട്ടില്ല, അത് സത്യമാണ്. അത് അദ്ദേഹം തിരിച്ചു വന്നാലേ നടക്കുകയുള്ളൂ. KPCC പ്രസിഡന്റും സീനിയർ MPമാരും എല്ലാവരും ഡൽഹിയിലാണ്. അദ്ദേഹം തിരിച്ചു വന്ന കമ്മിറ്റിയും മറ്റു കൂടിയാലോചനകളൊക്കെ നടക്കും. മനസ്സിലായില്ല?